ഹിമാലയത്തിലെ കൊച്ചുറാണിമാർ. അതെ, പുൽഗ, കൽഗ, തുൽഗ. വൈദ്യജിന്നാണ്. വാ, ഒന്ന് കറങ്ങിയിട്ട് വരാം. ഈ മലയുടെ താഴത്താണ് സിസ്റ്റർ വില്ലേജസ് എന്നറിയപ്പെടുന്ന ഈ 3 വില്ലേജും സ്ഥിതി ചെയ്യുന്നത്. വാ, നമുക്ക് ആദ്യം പുൽഗയിലോട്ട് പോവാം. ഇതാണ് മനോഹരിയായ പുൽഗ. നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വെയിലത്ത് വട്ടം കൂടിയിരുന്ന് സൊറ പറയാൻ നല്ല രസമാണ്. വാ, ഒന്ന് നടന്നിട്ട് വരാം. ഇവിടുത്തെ പരമ്പരാഗത ശൈലിയിലുള്ള വീടൊക്കെ ഇങ്ങനെയാണ്. മുകളില് സ്റ്റോൺ പ്ലേറ്റും അതുപോലെ തന്നെ വുഡൻ ബോഡി. താഴത്തെ നില കന്നുകാലികൾക്കും അതുപോലെ അവരുടെ തീറ്റയും വിറകൊക്കെ ആയിട്ട് അങ്ങനെ അവർക്കുള്ളതാണ്. മുകളിലാണ് മനുഷ്യന്മാർ. എല്ലാ ഗ്രാമത്തിലും ഇതുപോലെ ഒരു ആരാധനാലയം ഉണ്ടാവും ഇവരുടെ. അതാണ് അവരുടെ സിറ്റി സെന്റർ, സോറി വില്ലേജ് സെന്റർ. ഇതാണ് ഞാൻ താമസിച്ച പ്രോപ്പർട്ടി. ഒരു മലയാളിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അത് പിന്നെ അങ്ങനെ വേണമല്ലോ അല്ലേ. ആ ബാക്കിൽ കാണുന്നതാണ് ഫെയറി ഫോറസ്റ്റ് കാടന്നെ. രാവിലെ എണീറ്റൊന്ന് നടക്കാൻ ഇറങ്ങി എത്തിപ്പെട്ടത് ഇതേ ഈ ആപ്പിൾ തോട്ടത്തിൽ. ആപ്പിളൊന്നുമില്ല, ഹാർവസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ്. അടുത്ത വിന്ററിന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇല പൊഴിക്കാൻ റെഡി ആയി നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫെയറി ഫോറസ്റ്റ്. ദേവദാരും പൈനും ഒക്കെ അരങ്ങു വാഴുന്ന കാട്. രാവിലെ വേണേൽ കാട്ടുകൂടെ നടക്കാം. ഇവിടെ രാവിലെ മാത്രമല്ല, ഉച്ചയായി കഴിഞ്ഞാൽ ഏകദേശം ലൈറ്റിംഗ് ഒക്കെ നല്ല രസമാണ്. അതുകൊണ്ട് ഏത് ടൈമിൽ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. കുറച്ച് ചെറിയ അരുവികളും ചെറിയ ചാട്ടങ്ങളൊക്കെ ഉണ്ട് കാട്ടിനുള്ളിൽ. ദീപാവലി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ വെടിക്കെട്ട് കാണാനുള്ള ഭാഗ്യവും കിട്ടി. ഇവളാണ് കൽഗ. ത്രീ സിസ്റ്റേഴ്സിന്റെ കാഴ്ചകളെല്ലാം ഒരുപോലെയാണെങ്കിലും കൂട്ടത്തിൽ സുന്ദരി പുൽഗയാണ്. ഇതിനു മുന്നേ ഒരു മഞ്ഞുകാലത്ത് പുൽഗയിൽ എത്തിപ്പെട്ടപ്പോഴുള്ള കുറച്ച് വീഡിയോസ് കാണാം. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, പക്ഷെ രസമായിരുന്നു. പണ്ടൊക്കെ ഫുള്ള് മഞ്ഞു മൂടി കിടക്കുന്ന സമയത്ത് ഇവിടേക്കൊക്കെ പോകാനായിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി പച്ചപ്പും ഹരിതാപയുള്ളപ്പം ഇങ്ങോട്ട് പോകാനാണ് ഏറ്റവും രസം. പുൽഗയിൽ എത്തിപ്പെടുന്നതിനെക്കാട്ടും കഷ്ടപ്പാടായിരുന്നു അവിടുന്ന് താമസ സ്ഥലത്തെത്താൻ. അവിടുന്ന് വീണ്ടും ഒരു 2-2.5 കിലോമീറ്റർ ട്രക്കിങ്, അതും ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ. ഇവിടെ ഒന്നും സ്റ്റേ കിട്ടാഞ്ഞിട്ടല്ല കേട്ടോ, പക്ഷെ നമ്മൾ വെറൈറ്റി. അമേയ, അതാണ് ഞങ്ങളുടെ കൊട്ടാരത്തിൻ്റെ പേര്. ഇതേ ഈ പോകുന്നതാണ് ഞങ്ങളുടെ സാരഥി. ബർഷേനിയിൽ നിന്ന് പുൽഗയിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്ക് കിട്ടിയതാണ്. അപ്പം തന്നെ കൂടെ കൂട്ടി നമ്മുടെ നേപ്പാളി ബയ്യ. അമേയിലോട്ടുള്ള വഴി കുറച്ച് പ്രശ്നമായിരുന്നു, പക്ഷെ എത്തിപ്പെട്ടപ്പോൾ കൊള്ളാം. ഇതാണ് അമേയ.
വാ, കറക്കം മതിയാക്കി നമുക്ക് പതുക്കെ തിരിച്ച് മലയിറങ്ങാം. ഡൽഹിയിൽ നിന്ന് മണാലിക്കുള്ള വോൾവോ എടുക്കുക. അവിടുന്ന് പോണ വഴിക്ക് ബുന്താർ ഇറങ്ങിയിട്ട് കസോളിലേക്ക് വേറെ ബസ് കിട്ടും. കസോൾ എത്തുക. കസോളിൽ നിന്ന് വീണ്ടും വേണമെങ്കിൽ ഒരു ദിവസം കസോൾ ചിലവഴിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് തന്നെ ബസ് ഉണ്ടാവും. നേരെ ബർഷേനി വരെ ബസ് കിട്ടും. ബർഷയിൽ നിന്ന് ടാക്സി എടുക്കുക അല്ലെങ്കിൽ ട്രക്ക് ചെയ്യുക. 300 എങ്ങാനാണ് പെർ ഹെഡ് ടാക്സിക്ക്. അവിടെ പിന്നെ ടോഷും പുൽകൊക്കെ അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ ടാറ്റ, ശുഭരാത്രി.